ഹായോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. നമ്മളിപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാടിൻ്റെ മുക്കിലും മൂലയ്ക്കും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇൻസ്പയർഡ് ഫ്രാഗ്രൻസസ്. നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ പെർഫ്യൂം കൊണ്ടു കൊടുത്താലും അവരെന്ത് ചെയ്യും, ഒരു ഓയിലിലേക്ക് ഇത്തിരി ആൽക്കഹോൾ എത്തനോളൊക്കെ ഒഴിച്ചിട്ട് സാധനം കയ്യിൽ തരും. ഇതിൻ്റെ ഇൻസ്പയർഡ് വേർഷനാണ് 90% സിമിലർ ആണെന്ന് പറഞ്ഞിട്ട്. നമ്മളല്ലെങ്കിൽ ഒരു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തെ ആൾക്കാർ ഞാൻ നിൽക്കുന്നുണ്ടാവും അടിച്ചു കയറട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ അടിച്ചു തരും, ഇതിൻ്റെ ക്ലോണാണ്, ഇതിൻ്റെ വേറെ പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് വേർഷനാണെന്നൊക്കെ പറയും. അപ്പോൾ പല ക്ലോൺസും ഈ ഒരു ഒറിജിനലിലേക്ക് 90% സിമിലറായിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് എങ്ങനെയാണ്, പിന്നെ എന്തുകൊണ്ട് ഒരിക്കലും 100% സിമിലറായിട്ടുള്ള ക്ലോൺസ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായോ, ഐ എം സുഫിയാൻ. അപ്പോൾ ഈ ക്ലോണുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ സംസാരിക്കാം. ഈ ക്ലോൺ ഉണ്ടാക്കുന്ന കമ്പനികളുടെ അടുത്ത് ഒരു മാസ്റ്റർ പെർഫ്യൂമർ ഉണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാരല്ല, ഈ ടൈപ്പ് ആൾക്കാർ. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പെർഫ്യൂം, ഒറിജിനൽ പെർഫ്യൂം എടുത്തിട്ട് അനലൈസ് ചെയ്യും. അവരുടെ എക്സ്പെർട്ടീസ് വെച്ചിട്ട് ഇതിലെ നോട്ട്സ് എന്തൊക്കെയാണ്, പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കെമിക്കൽസ് എന്തൊക്കെയായിരിക്കും, ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് എഴുതി വയ്ക്കും. പിന്നെയാണ് ഇത്തിരി കെമിസ്ട്രി ഒക്കെ കയറി വരുന്നത്. GCMS അല്ലെങ്കിൽ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ആൻഡ് മാസ്. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് തൊണ്ടേ കയറി കുരുങ്ങി. അത് വിട് കേട്ടോ. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ആൻഡ് മാസ് സ്പെക്ട്രോമെട്രി എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒറിജിനൽ പെർഫ്യൂമിൻ്റെ 5-10 ml എടുത്തിട്ട് ഈ ഗ്യാസ് ക്രൊമാറ്റോമീറ്റർ എന്ന മെഷീനിലേക്ക് ഞാൻ കുത്തിവെച്ച് കൊടുക്കും. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും, ഇതിനൊക്കെ പിടിച്ച് ഗ്യാസാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇത് പല കെമിക്കൽ കോമ്പണൻസ് ആയിട്ട് വേർതിരിഞ്ഞിട്ട് നിൽക്കും. അപ്പോൾ ഇതിന്ന് ഈ മെഷീനിൽ പുറത്ത് കിട്ടുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, നമ്മളെ മറ്റേ ECG ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനം. അതിൻ്റെ പേരാണ് ക്രൊമാറ്റോഗ്രാം. അപ്പോൾ ഈ ഗ്യാസ് ക്രൊമാറ്റോമീറ്റർ എന്ന മെഷീനിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മാസ് സ്പെക്ട്രോമീറ്റർ എന്ന മെഷീനിലൂടെ തട്ടും. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, മാസ് സ്പെക്ട്രം എന്ന് പറഞ്ഞ് വേറൊരു ഗ്രാഫ് കിട്ടും. ഈ 2 ഗ്രാഫുകളും കൂടെ നമ്മളൊരു സിസ്റ്റത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറിലങ്ങ് ഇട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഏതൊക്കെ കെമിക്കലാണ്, എത്രത്തോളം അളവിലാണ് ഇതിലുള്ളതെന്ന് കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മുടെ പെർഫ്യൂമർ ഈ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ട് എങ്ങനെ ശേഖരിക്കാൻ നോക്കും. കാരണം നമുക്കറിയാം ക്രീഡിൻ്റെയൊക്കെ അവൻഡസ് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ക്ലോണുകളുണ്ട്. പക്ഷേ ക്രീഡ് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ഉള്ളതും നല്ല വിലയുള്ളതായിരിക്കും. അപ്പോൾ അതേ സ്ഥാനത്ത് ചീപ്പായിട്ടുള്ള ചില കെമിക്കൽസ് യൂസ് ചെയ്താൽ അതേപോലെ ഇരിക്കുന്നൊരു സെൻറ്റ് പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനാണ് ഈ ഒരു പെർഫ്യൂമർ ശ്രമിക്കുക. പുള്ളി എന്ത് ചെയ്യും, കുറേ കെമിക്കൽസിനെ പിടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന്ന് ഏറ്റവും ക്ലോസ് ആയിട്ട് എന്നാൽ ചീപ്പായിട്ട് ആ ഒരു സെൻറ്റ് പ്രൊഫൈൽ വരുന്ന കെമിക്കൽസിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് മാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഇത്ര ഈസി ആയിട്ട് ഈ ഒരു സാധനം ചെയ്യാവുക, അപ്പോൾ എന്തുകൊണ്ട് 100% ക്ലോൺ ചെയ്തുകൂടാ? അവിടെയാണ് കമ്പനികളുടെ ട്രേഡ് സീക്രട്ട് ആയിട്ടുള്ള ക്യാപ്റ്റീവ് മോളിക്യൂൾസ് എന്ന സാധനം വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനികളുടെ ലാബുകളിൽ മാത്രം ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും കമ്പനികൾ ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള കെമിക്കൽസാണ്. നമ്മുടെ കൊക്കക്കോള റെസിപ്പിയൊക്കെ പോലെ പെർഫ്യൂം കമ്പനികളുടെ ഒരു ട്രേഡ് സീക്രട്ടാണ് ക്യാപ്റ്റീവ് മോളിക്യൂൾസ്. അത് ഈ ഒരു GCMS എന്ന പ്രക്രിയയിലൂടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂംസ് ഒരിക്കലും 100% നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാനും പറ്റില്ല. നമ്മൾ ഷനലിൻ്റെയൊക്കെ ബ്ലൂ ഡി ഷനലിൽ എത്രത്തോളം ക്ലോണുകളുണ്ട്, എന്നിരുന്നാൽ പോലും ഒരിക്കലും ബ്ലൂ ഡി ഷനലിൻ്റെ ആ ഒരു എസൻസ് ക്ലോണുകൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ ഒരു ക്യാപ്റ്റീവ് മോളിക്യൂൾസിൻ്റെ പ്രാധാന്യം പുറത്തു വരുന്നത്. ഒറിജിനൽ എന്നും ഒറിജിനലായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്ലോണുകൾ ഉണ്ടാക്കുന്ന കമ്പനികളാണ് ലുസി, ലെക്സഡോർ, സെലസ് ഒക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവരൊന്നും പെർഫ്യൂമേഴ്സ് അല്ല. ഇങ്ങനെ ഈ ബ്രാൻഡുകൾ, ക്ലോൺ ബ്രാൻഡുകൾ ഉണ്ടാക്കി വിടുന്ന ഓയിലിലേക്ക് ഇത്തിരി എത്തനോളൊക്കെ ചേർത്ത് നേർപ്പിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതിലധികം ഒന്നുമില്ല. അവർ നിങ്ങൾ കൊടുക്കുന്ന ഏത് സെൻറ്റും ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ കൂടുതൽ സമയം കൊണ്ടു കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള ഓയിൽ എടുക്കും, എത്തനോൾ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് തരും. അതിലൊരു മാജിക് ഒന്നുമല്ല, അത് ക്രിയേറ്റ് ചെയ്യുന്നത് വലിയ സംഭവമായിട്ട് കാണാനൊന്നുമില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് അറിവുകളൊക്കെ ഈ വീഡിയോ ഒന്ന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.